ഹലോ, അസ്സാം വലൈക്കും. നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് ആലി മാറ്റി റെഡിയായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ഒരു റമളാൻ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്കറിയാം റമളാൻ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ യൂട്യൂബിൽ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ബിസി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോമ്പ് ലാസ്റ്റൊക്കെ ആയപ്പോൾ ഇവിടെ മെൽബണിൽ റമദാൻ മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആണിത്. കണ്ടോ, ഭയങ്കര തിരക്കുള്ളൊരു മാർക്കറ്റായിരുന്നു. ഈ വീഡിയോ എനിക്ക് ഇടണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസൊക്കെ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടോ, അവിടെ അത്തറിൻ്റെ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ആയാലും ക്രാഫ്റ്റിൻ്റെ ആയാലും അത്തറിൻ്റെ ആയാലും ഡ്രസ്സിൻ്റെ ആയാലും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ അത്രത്തോളം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ പുറത്തൊക്കെ ജീവിക്കുന്ന സമയത്ത് ഇതുപോലെ നോമ്പ്, ഈദ്, ഈ സെലിബ്രേഷൻസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ. നമുക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നാട്ടിലാവുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മളെ അടുത്ത് തന്നെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നില്ല. അപ്പം കണ്ടോ, ഭയങ്കര ഡ്രസ്സിൻ്റെ ഷോപ്പല്ല സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. അതേപോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ മാർക്കറ്റിൽ. കണ്ടോ, ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും നോമ്പ് ഫസ്റ്റ് മുതലുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ മാർക്കറ്റ്. നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ എല്ലാ സ്റ്റാളിലും കയറിയിട്ട് അതിൻ്റെ ക്ലിപ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, കോപ്പറേറ്റീവാണ്. ഇപ്പം യാച്ച് കഴിക്കാൻ പോണ ഈ സാധനം ഒരു പൊട്ടാറ്റോൻ്റെ ചിപ്സാണ്. ഇത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ട് ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ കുറേ വാങ്ങി കഴിച്ചു കേട്ടോ. ഇതിൽ നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ട ഫ്ലേവേഴ്സ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ സാധനം. അതേപോലെ തന്നെ നമ്മൾ അവിടുന്ന് പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുനാഫയാണ് തോന്നുന്നു. അപ്പം നമ്മൾ കുനാഫ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡായാലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ആളുകൾ, ഡ്രസ്സിങ്ങും എല്ലാ കാര്യങ്ങളും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ലാസ്റ്റ് നോമ്പൊക്കെ ആയതുകൊണ്ട് പിറ്റേന്ന് ഈദ് എന്തോ ആയിരുന്നു. അപ്പം നമുക്ക് ഒന്നും കൂടെ ആ ഒരു വൈബ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിറ്റേന്ന് ഈദും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ എനിക്ക് എന്തായാലും എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുനാഫ കണ്ടോ. അപ്പോൾ നമ്മൾ കുനാഫ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് തോന്നിയത് ഈ സംഭവമാണ്, ഈ പൊട്ടാറ്റോ ചിപ്സ്. അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ പിന്നെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആലിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഞാനിങ്ങനത്തെ ഫുഡൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് അവളതൊന്നും ചോദിക്കുന്നൊന്നുണ്ടായിരുന്നില്ല. അവളങ്ങനെ അതിനെക്കുറിച്ച് അത്ര അങ്ങോട്ട് ബോധേഡല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആച്ചുക്ക് ഒരു ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താണെന്ന്. നല്ല അത്തറിൻ്റെ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു ആംബിയൻസിന് പറ്റിയ ഒരു നല്ല ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു അവിടെ.
എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കായാലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലൊരു വെർത്തായിരുന്നു കേട്ടോ ആ ഒരു വിസിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോരുന്ന വഴിക്ക് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് മന്തി അയച്ച്. അപ്പം അവിടുന്ന് ആലിൻ്റെ ഒരു കുഞ്ഞു ഡാൻസാണിത്. അപ്പം താങ്ക് യു.